ഹലോ ഗൈസ്, നമ്മളടുത്ത് എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, നമ്മുടെ വീടിൻ്റെ വഴിയൊന്ന് കാണിക്കണം. അതായത് വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ ഇന്ന് ബസ് ഇറങ്ങിയതാണ് കേട്ടോ. അത് നമ്മുടെ ഒരു പാപ്പൻ്റെ വീടാണ്. ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ഈ വഴി തന്നെയാണ് കേട്ടോ എൻ്റെ ബസ് വരിക. ഒന്ന് തിരിച്ച് നടക്കണമെന്നുള്ളൂ. 2-3 വീടപ്പുറം. ഇത് നമ്മുടെ ഒരു വല്യച്ഛൻ്റെ വീടാണ് ഗൈസ്. നമ്മുടെ ഒരു വല്യച്ഛൻ്റെ വീടാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഇങ്ങനെ വെൽഡിങ്ങിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്. സുനിയേട്ടൻ വെൽഡിങ്ങിൻ്റെ വർക്കാണ്. സൗണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഞാൻ ഇങ്ങനെ അട്ടഹസിച്ചിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്, അതിൻ്റെ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഒരു വല്യച്ഛൻ്റെ വീടാണ്. ഇത് നമ്മൾ ബസ് ഇറങ്ങി വരുമ്പോൾ ഇവരുടെ വീടിൻ്റെ സൈഡിലൂടെ നടന്ന് വീട്ടിലേക്ക് എത്തുന്നു മാത്രം. അതല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ബൈക്കുമ്മേ ഞങ്ങൾ പോവുക കേട്ടോ. ഇതാണ് വഴി. ഇത് വീട്. ഇവിടെ വീട് വേറെ പണിയുള്ള പരിപാടിയാണ്. അപ്പോൾ അവർ ഇവിടെ ഇല്ല, വല്യമ്മയുടെ വീട്ടിലാണ്. വീടിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ പോകും ഗായ്സ്. ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടോ നിങ്ങൾ? അപ്പുറത്താണ് കേട്ടോ വഴി. അത് ഇപ്പം ഇതിലൂടെ നോക്കി കാണില്ല. ഇതൊരു വീടാണ്. എന്തൊക്കെ കത്തിച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അമ്മച്ചി നിൽക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ചാന്തു. അപ്പുറത്ത് നിൽക്കുന്നത് അമ്മച്ചി. ഞാൻ ദാ ഇന്ന് ബസ്സിന് വന്നു. നമ്മുടെ ചാന്തു ദേ നിൽക്കുന്നുണ്ട് ഗൈസ്. ചാന്തു ഇന്ന് വീക്കെൻഡിൻ്റെ പരിപാടിക്കുള്ള വെയിറ്റിങ്ങിലാണ്. ഇതാണ് നമ്മുടെ ചാന്തുവിൻ്റെ വീട്. വിളിച്ചനോട് ഉമ്മർത്തിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രസന്നാപ്പൻ്റെ വീട്. നമ്മുടെ ബൈക്കുമ്മ വരികയാണെങ്കിൽ ബൈക്ക് വന്ന് വിടുക. ഇതാ ഇങ്ങനെ ഈ വഴിയിലൂടെ വന്ന് അപ്പുറത്തൂടെ വന്ന് പാപ്പൻ്റെ വീട്ടിൽ വെക്കാനാണ് കേട്ടോ ചെയ്യാം. കണ്ടോ, ഇതിലൂടെയാണ്, ഈ വഴിയുണ്ടോ, അതിലൂടെയാണ് വരിക. ആ വഴി നേരെ പോയി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തട്ടെ ഗൈസ്. ഇതാണ് നമ്മുടെ പാപ്പൻ്റെ വീട്. ഞാൻ ഉണ്ണിമലയ്ക്ക് പോകുന്ന സമയത്തൊക്കെ ഇവിടെയാണ് നടന്നത്, വല്യമ്മ മരിച്ചിട്ടൊക്കെ. ഇത് വേറെ ഒരു പാപ്പൻ വരുന്നുണ്ട് ഗൈസ് നമ്മുടെ വീടിൻ്റെ വഴിയിലൂടെ. നമ്മുടെ അപ്പുറത്തെ വഴിയാണ്. പാപ്പൻ വരുന്നുണ്ട്. ഞാൻ വീടിൻ്റെ വഴിയൊന്നേ വീഡിയോ എടുത്ത് വന്നപ്പോൾ പാപ്പനെ കാണിച്ചു. നമ്മുടെ സത്താരം ഓടി വരുന്നു. സാധാരണ മുറ്റത്തുണ്ടാവാറില്ല ആള്. മുറ്റത്തുണ്ടാവാറില്ല ആള്. നമ്മുടെ അച്ഛനവിടെ നിൽക്കുന്നുണ്ട്. അകത്താവാറ്. ഇന്നപ്പോൾ പാപ്പൻ വിളിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക. പാപ്പൻ ജോലിക്ക് പോകുമ്പോൾ ഇന്നും കണ്ട് ചാറ്റ് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോവുക. തിരിച്ച് വരുമ്പോൾ രാവിലെ അങ്ങനെ ഞാനോട്ട് ചെയ്യാറ്. ഇതാണപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ പറക്കുട്ടി ഒക്കെ ഇരിക്കുന്നത്. ഇത് അമ്പലത്തിന് മുന്നിലേക്കുള്ള വഴി എത്തും. ഇതാണ് നമ്മുടെ അമ്പലം. ഇതാണ് നമ്മുടെ വീട് ഗൈസ്. ഉണ്ണിയുടെ സൈക്കിളാണ് അവിടെ സാരി കൊണ്ട് മൂടിയിട്ടിരിക്കുന്നത്.